ജൂലൈ 30-ാം തീയതി രാത്രി 12:30 മണി ഇനിയും എൻ്റെ മനസ്സിൽ നിന്നും മായാത്ത ഒരു നേരമാണ്. ആസ്റ്റർ മെഡിസിറ്റിയുടെ ഭ്രാന്തമായ അന്തരീക്ഷത്തിന്റെ നടുവിൽ നടക്കുകയാണ്. മന്ത്രി എന്ന നിലയിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകരും നടക്കുന്ന ഭ്രാന്തമായ അന്തരീക്ഷം എന്ന് ഞാൻ പറഞ്ഞത് കുമിഞ്ഞുകൂടിയ മൃതശരീരങ്ങളുടെ നടുവിൽ, കൈകാലുകൾ നഷ്ടപ്പെട്ട മനുഷ്യന്റെ വിലാപങ്ങളുടെ നടുവിൽ, തലേന്ന് കെട്ടിപ്പിടിച്ചും ഒരുമിച്ചു ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങിയവരെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന നിലവിളികൾക്കിടയിൽ ഭ്രാന്തമായ മനസ്സോടെ അലയുന്ന നേരത്ത് എൻ്റെ വാട്സപ്പിലേക്ക് കിളി ചിലയ്ക്കും പോലെ ഒരു സന്ദേശം വന്നു. ഞാൻ ആ വാട്സപ്പ് സന്ദേശം അപ്പോൾ തന്നെ എടുത്തു നോക്കി. ആ വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചത് ഈ മാനവ സഞ്ചാരത്തിന്റെ ഈ സ്ക്വയറിലെ വേദിയിൽ നാം നിൽക്കുമ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത, പ്രായം കൊണ്ട് എന്നെക്കാൾ താഴെയാണെന്ന് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയുടെ സന്ദേശമാണ്. അമ്മ എന്ന മഹനീയമായ പദത്തിന് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് അർഹയായ ഒരു പെൺകുട്ടിയുടെ സന്ദേശം. ആ സന്ദേശം 3 വരിയാണ്. 115 ദിവസത്തിനുള്ളിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നും ലഭിക്കപ്പെട്ട പിന്തുണയേക്കാൾ വലുതായി ആ 3 വരിയെ ഇപ്പോഴും ഞാൻ കാണുന്നു എന്ന് ഈ മാനവ സഞ്ചാരത്തിന്റെ മുമ്പിൽ പറയാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. 3 വരി. പ്രിയപ്പെട്ട സാർ, ടിവിയിൽ കാണുന്ന വാർത്തകൾ കണ്ട് കരളു പിടയുകയാണ്. ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു, മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത. മുലകുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായി വിളിപ്പാടകലെ ഒരു അമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം എന്നാണ് ആ വാട്സപ്പ് സന്ദേശത്തിന്റെ വരി. പേരറിയാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മതമേതെന്നറിയാത്ത, ഒരിക്കലൊന്ന് കൊഞ്ചിക്കാൻ പോലും കഴിയാത്തൊരു കുഞ്ഞ് മുലകുടിക്കാൻ കഴിയാതെ എവിടെയോ ഒരു നാട്ടിൽ ചുരത്തിനപ്പുറത്തൊറ്റപ്പെട്ടു എന്ന് പറയുമ്പോൾ നിറമാറു ചുരത്തുന്നതാണ് മലയാളത്തിന്റെ മാതൃത്വം എന്ന മഹനീയമായ തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ അക്ഷരാർത്ഥത്തിൽ മലയാളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നന്മയായി നാം ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത്.